Once again, welcome back to our new video guys. ഞാനാണ് മാസ്റ്റർ ക്രാഫ്റ്റ് XD. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ചെയ്യാൻ പോണത് ഒരു കിടിലം ചലഞ്ചാണ് ഗൈസ്. കേരളത്തിൽ ഇതുവരെയ്ക്കും ആരും ചെയ്യാത്ത ഒരു ഹാർഡസ്റ്റ് ചലഞ്ച്. അപ്പം അതേതാണെന്ന് അറിയാൻ വേണ്ടി ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സോ ഗൈസ്, നിങ്ങൾക്കറിയാതെ നമ്മളെ ഗെയിമിൽ പ്രധാനമായിട്ടും 3 മോബ്സാണുള്ളത് ബോസായിട്ട്. അതിൽ ഒന്നാമത്തെയാണ് നമ്മളെ എൻഡർ ഡ്രാഗൺ ഉണ്ട് 100 ഹെൽത്തും 200 ഹെൽത്ത് പോയിന്റ്സും. രണ്ടാമത്തെ നമ്മളെ ബോസാണ് വിതറിന് 150 ഹെൽത്തും 300 ഹെൽത്ത് പോയിന്റ്സും ആണുള്ളത്. പിന്നെ നമ്മൾ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് വാർഡന് 250 ഹെൽത്തും 500 ഹെൽത്ത് പോയിന്റ്സും ആണുള്ളത്. അപ്പം അതിൽ നമ്മൾ ഇന്ന് ബീറ്റ് ചെയ്യാൻ പോണത് എൻഡർ ഡ്രാഗനെയാണ്. എൻഡർ ഡ്രാഗൺ ഉണ്ടാവും 100 ഹെൽത്ത് പോയിന്റ്സും 200 ഹാർട്ടും. അപ്പോൾ നമ്മൾ ഇവനെ ബീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്രത്യേക വെപ്പൺ എന്ന് വെച്ചാണ് അതാണ് മേസ്. ഈ ഒരു മേസിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ, എത്ര ഹൈറ്റിൽ ചാടി അടിച്ചാലും നമുക്ക് അടി കേൾക്കുവാണെങ്കിൽ ഡാമേജ് കൊള്ളത്തില്ല. അപ്പം ഈ ഒരു വെപ്പൺ വെച്ചാണ് നമ്മൾ ഈ ഒരു ഗെയിം ബീറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ എനിക്കത് ബീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് മുമ്പോട്ട് കാണാം. പിന്നെ ഞാൻ ഹാർഡ് കോറിലല്ല ചെയ്യുന്നത്, കാരണം ഞാൻ ഇത് മരിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇത് സർവൈവലിലാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് വീഡിയോയുടെ മുമ്പോട്ട് കാണാം. വിത്തൗട്ട് എനി ടൈം വേസ്റ്റിംഗ്, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഓക്കെ, നമ്മളെ ടൂൾസും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വില്ലേജ് വില്ലേജിന് വരെ ഇവിടെ എനിക്ക് റൂയിൻ പോർട്ടൽ ഇട്ടി കൊടുത്ത ചെസ്റ്റാണ്. ചെസ്റ്റിനകത്ത് കൊള്ളാതെ ലൂട്ട് തന്നെ. ഓക്കെ, നമുക്ക് ഇവിടെ വില്ലേജ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ട് ഹേബേൽ കാണുന്നുണ്ട്, അത് വെട്ടി അങ്ങ് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇച്ചിരി മുമ്പോട്ട് ഹേബേലും കാര്യങ്ങളും കാണുന്നുണ്ട്, അതും കൂടെ അങ്ങ് വെട്ടാം. ഓക്കെ, നമ്മളെ ഫുഡും കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ അയറൻ കൊലത്തിനെ കണ്ടെത്തിയിട്ട് അവരെ അടിച്ചു വന്ന് എടുക്കണം. ഓക്കെ, ഇവിടെ എനിക്ക് 5 അയറൻ കിട്ടിയിട്ടുണ്ട്. ഈ 5 അയറൻ വെച്ച് നമുക്കൊരു പിക്കാക്സും ഒരു സോഡും ഉണ്ടാക്കാം. ഷീൽഡ് നമുക്ക് ഓൾറെഡി അയറൻ കിട്ടിയത് നമ്മളെ റൂയിൻ പോർട്ടലിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കേവും കാര്യങ്ങളും കണ്ടെത്തി ഡയമണ്ട് മൈനിങ്ങിന് ഇറങ്ങാം. ഓക്കെ ഗൈസ്, ഇവിടെ എനിക്കൊരു കേവ് കിട്ടിയിട്ടുണ്ട്. കുറച്ചങ്ങോട്ട് പോയപ്പം ഈ കേവിന് നല്ല ആഴം ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടുന്ന് ഡയമണ്ട്സ് ഇട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അവിടെ വെള്ളം പോലും കാണുന്നില്ല, ചാടി നോക്കാം. ഓക്കെ ഗൈസ്, വെള്ളം ഉണ്ടായിരുന്നു, രക്ഷപ്പെട്ട്. അപ്പോൾ ഇത് വൈ ലെവൽ -23 വരെ ഈ കേവ് ഉള്ളൂ. ഇവിടെ എനിക്ക് ഡയമണ്ട് ഇട്ടാനുള്ള ചാൻസ് കുറവാണ്. നമുക്ക് ഇച്ചിരി അങ്ങോട്ട് പോയി നോക്കാം അവിടെ കേവ് ഉണ്ടോന്ന്. ഓക്കെ ഗൈസ്, ഇവിടെ കേവ് ഉണ്ട്, നമുക്ക് താഴോട്ട് ചാടാം. ഓക്കെ ഗൈസ്, എനിക്ക് കൺമുമ്പിൽ തന്നെ ഇറങ്ങിയപ്പോൾ തന്നെ ഡയമണ്ട് ഗൈസ്. നമ്മൾ പിന്നെ പണ്ടേ ലക്കിയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് താഴോട്ട് മൈൻ ചെയ്ത് നോക്കാം ഡയമണ്ട് ഇനി എത്ര ഉള്ളത്. ഇപ്പോൾ തന്നെ നമ്മളെ 3 മൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓക്കെ, ഇവിടെ 4 ചുറ്റും 4 ഡയമണ്ട് വരുന്നുണ്ട് മൈൻ ചെയ്ത്. ഓക്കെ ഗൈസ്, അവിടെ നിന്ന് 9 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു ഡയമണ്ടും കാര്യങ്ങളും മൈൻ ചെയ്യും. ഓക്കെ ഗൈസ്, എനിക്കറിയാം മൊൻറ്റാജ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ക്ലിപ്പ് കാണിച്ചിട്ട് ഡയമണ്ട് ആർമർ കംപ്ലീറ്റ് ചെയ്തത്. നമ്മളിത് എല്ലാ സ്പീഡ് റണ്ണാണ് ചെയ്യുന്നത്, കാരണം വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് കൂടി പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് വെട്ടിയെടുക്കുക. ഇനി നമുക്ക് കുറച്ചും കൂടെ ഡയമണ്ട് വേണം ഒരു പിക്കാക്സ് ഉണ്ടാക്കി മോഡലിന് ഒബ്സിഡിയൻ മൈൻ ചെയ്യാൻ. ഓക്കെ ഗൈസ്, നമ്മളിവിടെ ബക്കറ്റ് ഉണ്ടാക്കാൻ മറന്നുപോയി. അതാ ഞാനിവിടെ അയറൺ ബക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ഇച്ചിരി കൂടെ ഡയമണ്ട് മൈൻ ചെയ്യാം. ഓക്കെ, നമുക്ക് അത്യാവശ്യം 5 ഡയമണ്ട് കിട്ടി. ഇത് വെച്ച് നമുക്ക് പിക്കാക്സും ഉണ്ടാക്കാം, പിന്നെ ഒരു സോഡും അങ്ങ് ഉണ്ടാക്കാം. അപ്പോൾ അത് രണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മുകളിലോട്ട് പോയി. ഇവിടെ ഒന്ന് ഡേഞ്ചർ ഒന്നും മേടിക്കേണ്ട. ഓക്കെ, നമ്മളിവിടെ മണ്ടയിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഗൈസ് നേരെ പോകാൻ പോണത് ട്രയൽ ചേമ്പറിലോട്ടുണ്ട്. എനിക്കറിയാം കുറേ ഗൈസ് പറഞ്ഞു, എന്നാലും നിങ്ങൾ അതങ്ങ് വിട്ടേക്കണം. അപ്പോൾ നമ്മളിവിടെ അടുത്താണ് നമ്മളെ ട്രയൽ ചേമ്പർ. അപ്പോൾ ഇവിടെയാണ് ട്രയൽ ചേമ്പർ. നമുക്ക് നേരെ താഴോട്ട് മൈൻ ചെയ്ത് അങ്ങ് പോകാം. അപ്പോൾ നമുക്ക് ട്രയൽ ചേമ്പർ കാണാൻ സാധിക്കും. ഓക്കെ, നമ്മൾ ട്രയൽ ചേമ്പർ എത്തിയിട്ടുണ്ട്. എനിക്ക് ഗൈസ് എന്ന് പറയുന്ന ശീലിച്ച് കൂടിപ്പോയി, അത് മാറ്റണം. ഓക്കെ, നമ്മളിവിടെ മുമ്പിൽ തന്നെ സ്പൈഡർ കാണുന്നുണ്ട്, പോയിസൺ സ്പൈഡർ. ഇവൻ കടിച്ചാൽ മതി വിഷം കൊള്ളാൻ. അപ്പം മണ്ടയിലാന്ന് തോന്നുന്നു സ്പോണർ. അപ്പോൾ അതിനകത്തോട്ട് പോയിട്ട് നമുക്ക് അവിടുന്ന് ഒമിനസ് കീ എന്ന് പറയുന്നൊരു ഐറ്റം ഒപ്പിക്കണം. അത് വെച്ചിട്ടാണ് നമ്മൾ ഒമിനസ് വോൾട്ടിനകത്ത് ഇട്ടിട്ട് മേസ് ഒപ്പിക്കുന്നത്. മേസല്ല, മേസിൻ്റെ ഒരു കല്ല് പോലത്തെ ഒരു സാധനമുണ്ട്, അത് നമ്മളെ ഹെവി കോറ്. അത് കിട്ടണം. അപ്പോൾ നമ്മളിവിടെ കുറേ എണ്ണത്തിനെ കൊന്നപ്പോൾ നമുക്കിവിടെ സാധാ കീ കിട്ടിയിട്ടുണ്ട്, മറ്റേ വോൾട്ട് കീ. ഇതല്ല വേണ്ടത്, നമുക്ക് ഒമിനസ് വോൾട്ട് കീ ആണ് വേണ്ടത്. ഇത് നോർമലാണ്. ഇനി നമുക്കില്ല മറ്റേ ഒമിനസ് ബോട്ടിൽ വേണം. അത് നമ്മളെ പില്ലേജറിനെ കൊല്ലുമ്പോഴാണ് കൈ കിട്ടാറ്. പക്ഷെ അല്ലാതെ ഇവിടുത്തെ സ്പോണേഴ്സിനും കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കുറേ അധികം ചിലന്തി സ്പൈഡറിനെ എല്ലാം കൊന്ന് 5-6 കീ ഒപ്പിച്ചിട്ടുണ്ട്. 4 കീ. ആദ്യത്തേക്ക് അത് നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് രണ്ടാമത്തേക്ക് അത് ചെക്ക് ചെയ്യാം. രണ്ടാമത്തേക്കകത്ത് ഇട്ടില്ലേ? ഇതിനകത്ത് നോക്കാം. അതിനകത്തും കിട്ടില്ല ഗൈസ്, അതിനകത്തും കിട്ടില്ല. ഒമിനസ് ബോട്ടിൽ ഇവിടുന്ന് കിട്ടുമെന്ന് എനിക്കറിയാം. ഞാനിത് റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് അറിഞ്ഞതാണ് ഞാൻ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇട്ട് നോക്കാം. ഓക്കെ, ഇതുകൊണ്ട് കിട്ടി ഒമിനസ് ബോട്ടിൽ കിട്ടി. ഇതായിരുന്നു നമുക്ക് ആവശ്യം. ഇനി ഇത് കുടിച്ചുകൊണ്ട് നമ്മൾ നേരെ വോൾട്ടിലുണ്ടല്ലേ നമ്മളെ മറ്റേ മോബ്സ് സ്പോണർ. ഓക്കെ, അതുകൊണ്ട് ഒരു ഒമിനസ് സ്പോണർ. ഓക്കെ, എൻ്റെ കോർഡിനേറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പോണർ കണ്ടുപിടിച്ചിട്ട് ഈ പോഷൻ കുടിക്കുമ്പോൾ അത് റൈഡ് എന്തോ ഒന്നായി മാറും. അപ്പോൾ അതാ ഇവിടെ കാഴ്ച എനിക്കൊരു ചെസ്റ്റിൽ നിന്ന് ഒരു ആർമറും കാര്യങ്ങളും കിട്ടിക്കണ്ട. ഭയങ്കര ലെക്കാണ്, 2 ഡയമണ്ടും കിട്ടി. ഇനി നമുക്ക് പോഷൻ കുടിച്ചിട്ട് ഇവിടുത്തെ മോബ്സിനെല്ലാം അടിച്ചൊന്ന് കീ എടുക്കാം. അപ്പോൾ എനിക്കിവിടെ വേറൊരു പോഷനും കൂടെ കിട്ടിയായിരുന്നു. ഓക്കെ ഗൈസ്, നമ്മൾ അവിടെ ബ്രീസ് സ്പോണറിൻ്റെ അടുത്തെത്തിയെന്നുള്ളതാണ്. ഇതാ ബ്രീസ്. അപ്പോൾ ഇവനെ കൊന്നാണ് നമുക്ക് ബ്രീസ് റോഡ് ചെയ്യേണ്ടത്. അത് വെച്ച് നമുക്ക് മേസ് ഉണ്ടാക്കാനായിട്ട് പറ്റും, കാരണം മുകളിൽ റെസിപ്പി അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇവിടെ ഭയങ്കര ഡേഞ്ചറാണ്. ഇനി നമുക്ക് ഇവിടെ ഒമിനസ് കീ സെറ്റ് ആക്കാൻ പെട്ടെന്ന്.
ഓക്കെ ഫൈനലി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഒരു ഒമിനസ് കീ കണ്ട ഗൈസ്. ഞാൻ ഫോട്ടോ കാണിച്ചില്ല, അതുപോലെ ഇരിക്കുകയല്ലേ ഈ കീ. ഇതാണ് ഗൈസ് നമ്മൾ ആവശ്യം. ഈ സാധനമാണ് നമ്മൾ ഒമിനസ് ഹോൾഡ് ചെയ്ത് നമ്മൾ നേരത്തെ കോർഡിനേറ്റ്സ് എഴുതിയെടുത്തില്ലേ, അവിടെ ഇവിടെ താഴെ പറഞ്ഞുണ്ട്. അപ്പം ഇതിനകത്ത് ഇട്ടോക്കെ ചിലപ്പോൾ ഇതിനകത്ത് ഓക്കെ, ഇതിനകത്ത് ട്രിം കിട്ടി, കുറച്ച് ഡയമണ്ട് കിട്ടി. ഓക്കെ ഓക്കെ കട്ട് ചെയ്യുക ഗൈസ്, ഇതിനകത്തുനിന്ന് കിട്ടിയില്ല. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു കീം കൂടെ. ഓക്കെ ഗൈസ് ഇതെൻ്റെ സെക്കൻഡ് ട്രൈ ആണ്, നമുക്കൊന്നുകൂടെ കഴിച്ചു. ഓക്കെ ഗൈസ്, ഓ ഹെവി കോർ കിട്ടി. ലെറ്റ്സ് ഗോ ഗൈസ്. ഇതിൻ്റെ സെക്കൻഡ് ട്രൈ ആണ്. ഞാൻ ആ കീ ഒപ്പിക്കുന്ന വീഡിയോ എൻ്റെ തന്നെ ഡിലീറ്റ് ആയിപ്പോയി എന്തായാലും. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മൾ ആ ഗെയിമിലെ പ്രധാന ഐറ്റം ആയിട്ടുള്ള നേസ് കൈ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മണ്ടേ പോയിട്ട് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇത് എത്ര പവർഫുൾ ആണെന്ന്. ഓക്കെ നമ്മൾ മണ്ടയിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു മോബിൻ്റെ പുറത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ആയി കണ്ട പവർ കണ്ട. ഇനി ഞാൻ മണ്ടേന്ന് വീണ് ആടിനെ അടിച്ചിട്ട് എനിക്ക് ഡാമേജ് പോലും കിട്ടില്ല, പകരം ആടിന് ഡാമേജ് ഇരട്ടി കിട്ടി. ഇതാണ് ഇതിൻ്റെ പവർ. ഇനി നമുക്ക് അങ്ങോട്ട് പോകണവർ ഇച്ചിരി ആടിനെയും കുതിരയും കൊല്ലണം. ലെതറിന് വേണ്ടി നമുക്ക് എൻചാന്റിങ് ടേബിൾ സെറ്റപ്പ് ചെയ്യാനുണ്ട്. ഓക്കെ രാത്രി അതുകൊണ്ട് ഞാൻ കിടന്നു. ഇനിയിപ്പോൾ നമുക്ക് പുറത്ത് പോയി വല്ല ബേസും കാര്യങ്ങളും സെറ്റ് ആക്കാം ചെറിയ ഒരു. ഓക്കെ നമ്മളെ ബേസും കാര്യങ്ങളും സെറ്റായി ഇച്ചു കൂടെ ആടിനെയും കുതിരയൊക്കെ കൊല്ലാൻ പെട്ടെന്ന് പോയി. ഓക്കെ നമ്മളിവിടെ എൻചാന്റിങ് ടേബിൾ റെഡിയായി. ഇതിൻ്റെ ഇടയിലുള്ള നമ്മളെ ഈ സെറ്റപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ അതെവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ വീഡിയോ ഞാൻ എവിടെയോ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് കാണുന്നില്ല. ഇപ്പോൾ നമുക്ക് പോയി ലാപ്പിസ് ലസൂലി ഒപ്പിക്കാം, ഡയമണ്ട് ഒപ്പിക്കാം. ഓക്കെ ലാപ്പിസ് ലസൂലി ഇച്ചിരി ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്കൊരു വലിയ കേവ്, ഒരു മൈൻ ഷാഫ്റ്റും കിട്ടി. ഇവിടുന്ന് ആ ഡയമണ്ടും കിട്ടി. നമുക്ക് ഇവിടെ ചെസ്റ്റ് ചെയ്യുന്ന ഗോൾഡൻ ആപ്പിളും കിട്ടി. ഇനി നമുക്ക് ഇവിടെ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം സ്പീഡി. ഓക്കെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കണ്ട ഗൈസ് എൻ്റെ കുറേ ഡയമണ്ട്സ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളത് കണ്ടല്ലോ ആ വീഡിയോയ്ക്കകത്ത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ഇൻചാർജ് കാര്യങ്ങൾ ചെയ്യണം. അതിനായിട്ട് കുറേ ലെവലും കാര്യങ്ങളും ആവശ്യം വരുന്നതായിരിക്കും. ഞാൻ ഇതിന് കുറേ അധികം പാർട്സ് ഡിലീറ്റ് ചെയ്തതായി. നിങ്ങളത് വലിയ ക്രിയേറ്റീവ് അതും ഇതൊന്നും വിചാരിച്ചുള്ളതിലും നമ്മളിനി നേരെ ആർമർ കാര്യങ്ങളൊക്കെ ഇൻചാർജ് ചെയ്യാൻ പോകണം. നമ്മളെ മേസിനകത്ത് ഞാൻ ഒരു ഇൻചാൻറ്റ് പിടിപ്പിച്ച് ബ്രീച്ച്, പക്ഷേ ഇതെനിക്ക് പിന്നെയാണ് പിടിയിട്ട് ഈ ബ്രീച്ച് ഒരു യൂസ്ഫുള്ളും അല്ല. ഇത് നമുക്ക് ആവശ്യം ഡെൻസിറ്റിയാണ്. അപ്പോൾ ആ ഡെൻസിറ്റി ഒപ്പിക്കാനായിട്ട് ഇപ്പോൾ XP കുറവാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ റൈഡ് നടത്താനായിട്ട് പോവുകയാണ്. ഇച്ചിരി ടോട്ടത്തിനും ഇച്ചിരി ലെവൽ കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് റൈഡ് നടത്താം. ആദ്യമേ ആർമറൊക്കെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ലെവലിന് ഷോർട്ടേജ് ആയതുകൊണ്ട് നമ്മൾ റൈഡ് നടത്താനായിട്ട് പോവുകയാണ്. പെട്ടെന്ന് തന്നെ ടൈം വേസ്റ്റ് ആക്കാം. പക്ഷേ പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ റൈഡ് ഒമിനെ സ്പോട്ടിലേ ഇല്ല. അങ്ങനെ ഞാനിപ്പോൾ വിചാരിച്ച 5 വില്ലേജസിനെ ഇവിടെ പിടിച്ചിട്ട് നമ്മളെ വുഡ് നമ്മളെ ട്രേഡ് ചെയ്തിട്ട് ഇച്ചിരി XP കാര്യങ്ങൾ സെറ്റ് ആക്കാം. എന്നിട്ട് സെറ്റായാലേ നമുക്ക് പോയി എവിടെയെങ്കിലും ബോട്ടിലൊക്കെ ഒപ്പിച്ചിട്ട് നമുക്ക് XP കാര്യങ്ങൾ കളക്ട് ചെയ്യാം. ഓക്കെ ആയിട്ട് നമ്മളിവിടെ കുറച്ച് ട്രേഡ് കുറേ നടത്തി. നമുക്ക് ഇത്ര എമറാൾഡ് കിട്ടിയില്ലോ. അതുകൊണ്ട് അത് നിങ്ങൾ നോക്കണ്ട. നമ്മുടെ ഇത്ര എമറാൾഡ് കളക്ട് ചെയ്ത് നമ്മളെ XP എന്നിട്ട് 27 തന്നെ നിൽക്കുകയാണ്. എന്താ ചെയ്യുന്നത്? നമ്മളെ XP ഇല്ല. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മളെ ട്രയൽ ചേമ്പറിൽ തിരിച്ച് അവിടുത്തെ ചെസ്റ്റുകളൊക്കെ ലൂട്ട്. അവിടുന്നും എനിക്ക് ഓമിൻ്റെ സ്പോട്ടിൽ ഒരെണ്ണം കിട്ടി. ചിലപ്പോൾ ഇനിയും കിട്ടിയാലോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പോകാം. അല്ലെങ്കിൽ നമുക്ക് വില്ലേജ് ഔട്ട് പോസ്റ്റ് കണ്ടെത്തി പോകേണ്ടി വരും. നമുക്ക് നേരെ ട്രയൽ ചേമ്പറിലോട്ട് പോകും. ഇവിടെ ഞാൻ ലോക്ക് ആക്കിയിട്ടുണ്ട്. നമ്മൾ ട്രയൽ ചേമ്പറിലെത്തി ഇനി നമുക്ക് ഇവിടുത്തെ ചെസ്റ്റുകളെല്ലാം ലൂട്ടാം. ഓക്കെ ഗൈസ് എനിക്ക് ഫൈനലി കിട്ടി. ഞാൻ പറഞ്ഞില്ല ഗൈസ് കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 2 ബാഡ് ഒമൻ 2 ആണ് കിട്ടിയ. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് റൈഡ് നടത്താൻ പോകുന്നത് ഗൈസ്. വിത്തൗട്ട് ടൈം വേസ്റ്റിംഗ് നമുക്ക് പെട്ടെന്ന് റൈഡ് നടത്താൻ. ഓക്കെ ഗൈസ് ഇവിടെ ഞാൻ ഫൈറ്റ് എടുത്തി കൊടുത്തപ്പോൾ ഒന്ന് വിരിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഗൈസ് ആടുകൂറി കളിക്കാത്തതിൻ്റെ കാരണം ഇതാണ്. ഞാൻ ഇത് 1ാമത്തെ ഹോളിലൊന്നും അല്ല ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ നമ്മളെ 2 റൈഡ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ലൂട്ടാണ് കിട്ടിയത്. കണ്ട ഗൈസ് എൻ്റെ കുറേ ടോട്ടായി. ഒരു ലൈൻ ഫുൾ ടോട്ടായി. അതായത് എൻ്റെ 10 ടോട്ടായി. കണ്ട ഗൈസ് ഇതെൻ്റെ ടെക്സ്ചർ പാക്കാണ്. എൻ്റെ 3D ടോട്ടാം. അപ്പോൾ ഈ ടോട്ട എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണം. ഇതുപോലത്തെ പാക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറഞ്ഞാൽ അത് നമുക്ക് സെറ്റ് ആക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയുക. അപ്പോൾ നമുക്കിനി അടുത്ത ബാക്കിയുള്ള സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മളെ XP ഇപ്പോൾ നല്ല കുറവാണ്. നമ്മൾ ആർമറിന് ഇപ്പോഴും സെറ്റ് ആയിട്ടില്ല. നമ്മളെ 23 ലെവലാണ്. നമ്മൾ മരിച്ചുകൊണ്ടാണ് അതൊക്കെ പോയത്. ഇനിയിപ്പോൾ നമുക്കിവിടെ ഒരു വില്ലേജറിൻ്റെ നിന്ന് പ്രൊട്ടക്ഷൻ 4ഓ അല്ല മെൻഡിങ്ങോ കാര്യങ്ങളോ എല്ലാം സെറ്റാക്കാം. അപ്പോൾ ഞാനിവിടെ വില്ലേജസിനെ പിടിച്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇനി ഇവന്മാരെ ബ്രീഡ് ചെയ്ത് കൂട്ടണം. കൂട്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇച്ചിരി XP കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനുണ്ട്. നമുക്ക് ഇച്ചിരി ആർമറിന് എൻചാൻറ്റ്മെൻറ്റും കാര്യങ്ങളും കളക്ട് ചെയ്യാൻ വെച്ചു. ഓക്കെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിവിടെ അൺബ്രേക്കിംഗ് 3 കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആദ്യത്തെ ആവശ്യമുള്ള ബുക്ക്. ഇനി നമുക്ക് അടുത്ത ആവശ്യമുള്ള ബുക്കും കൂടെ സെറ്റ് ആക്കണം. അടുത്തത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കിട്ടിയത് പ്രൊട്ടക്ഷൻ 4 ആണ്. പക്ഷേ ഇവിടെ ഒരു അബദ്ധം പറ്റിയെന്ന് പറയുന്നത് ഞാൻ സ്പീഡിൽ കട്ട് ചെയ്ത് വിടുകയാണ്.
കാരണം അബദ്ധം എന്ന് പറയുന്നത് ഇതിനകത്ത് വലിയ സോംബി കയറി ഇവരെല്ലാത്തിനെ അടിച്ചു. നമ്മളെ പ്രൊട്ടക്ഷൻ ഫോർ അൺബ്രേക്കിംഗ് ഉള്ള എല്ലാം മരിച്ച്. നമ്മൾ ആ ബാക്കിൽ കണ്ട ആ 2 വില്ലേജസ് മാത്രമേ ബാക്കിയുള്ളൂ. അവനെ നമുക്കില്ല മറ്റേ കോബിൾ സ്റ്റോൺ ഉണ്ടാക്കിയ ആ വീടില്ലേ ഇവിടെ നമുക്ക് സെറ്റ് ആക്കാം എല്ലാവരെയും. എന്നിട്ട് ഇവന്മാരെ ഒന്ന് ട്രേഡ് മേടിക്കാം. ഓക്കെ നമ്മളിവിടെ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന മെൻഡിങ്ങാണ്. പക്ഷെ എനിക്ക് കിട്ടിയ വേറൊരു ലെവൽ ഐറ്റമാണ്. ഇത് വേറൊന്നും അല്ല, നമ്മളെ Intensity 4 ആണ്. അതായത് നമുക്ക് ആവശ്യം. ഇത് നമ്മളെ മേസിലോട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ മേസിൻ്റെ പവർ കൂടും. ചെറിയ ഉയരത്തിൽ ചാടുമ്പോൾ തന്നെ നല്ല ഹൈ ഡാമേജ് തരും. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞപ്പോൾ ഇവിടെ മെൻഡിങ്ങും കിട്ടി, എല്ലാം കിട്ടി. ഇനി ഇത് നമ്മളെ ആർമറി പിടിപ്പിക്കാനായിട്ട് നമ്മൾ നെതറിൽ പോയി XP കാര്യങ്ങളെല്ലാം ഗ്രൈൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ് വിത്തൗട്ട് ടൈം വേസ്റ്റിംഗ്. നമുക്ക് നേരെ നെതറിലോട്ട് പോകാൻ നോക്കാം. ഓക്കെ, നമ്മൾ എൻചാൻമെന്റ് ചെയ്യാനുള്ള XP കാര്യങ്ങൾ കളക്ട് ചെയ്ത് ഇതുപോലെ നമ്മൾ 5-6 തവണ കളക്ട് ചെയ്യാൻ പോകണം നോൺ സ്റ്റോപ്പ്. ഇനി നമ്മൾ ടൈം ഒന്നും വേസ്റ്റ് ആക്കാൻ പോകണില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇനി എൻചാൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, നമ്മളെ ഫുൾ ആർമറിനകത്ത് മെൻഡിങ്ങും കാര്യങ്ങളെല്ലാം പിടിപ്പിച്ച് ഇനി ഇത് റിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് നെതറിൽ പോയി XP കാര്യങ്ങൾ ഗ്രൈൻഡ് ചെയ്യാം. ഓക്കെ, ഫൈനലി നമ്മൾ കുറേ നേരത്തെ ഗ്രൈൻഡിങ്ങിന് ശേഷം നമ്മൾ ആർമർ കാര്യങ്ങൾ ഇവിടെ എല്ലാം ഫുൾ ഡ്യൂറബിലിറ്റിയിൽ തിരിച്ച് റിപ്പയർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത മിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇനി നേരെ ഫോർട്രസിൽ പോകുന്നു. അവിടുന്ന് കുറേ പ്ലേസോട് കളക്ട് ചെയ്യുന്നു. പിന്നെ നമ്മളെ പച്ച ബയോം കണ്ടുപിടിച്ചിട്ട് അവിടെ പോയി എൻ്റർമാനെ അടിച്ച് തുരത്തിയിട്ട് എൻ്റർ പേൾ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് എൻഡിൽ പോയിട്ട് നമുക്ക് അങ്ങനെ കത്തിക്കുന്നു. അത്രേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് നേരെ ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ നെതറിൽ പോവാം. അപ്പോൾ നമ്മളിവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഇച്ചിരി ഫുഡും കൂടെ കളക്ട് ചെയ്തിട്ട് നമുക്ക് നേരെ നെതർ ഫോർട്രസിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മളിവിടെ ഫോർട്രസ് കണ്ടുപിടിച്ച് അതും പച്ച വാർപ്പിഡ് ഫോറസ്റ്റ് ബയോമിൽ തന്നെ, അതായത് ഡബിൾ ബെനിഫിറ്റ് ചെയ്യുന്നത്. നമുക്ക് നേരെ സ്പോണർ കണ്ടെത്തി അവിടെ ബ്ലേസിനെ അടിച്ചു കൊല്ലാം. ഓക്കെ, നമ്മളെ സ്പോണർ കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ പടപട ബ്ലേസിനെ അടിച്ചു കൊല്ലാം. ഓക്കെ, ആവശ്യത്തിലേറെ ബ്ലേസിലൂടെ നമ്മൾ കളക്ട് ചെയ്ത് ഇനി ഇവിടുത്തെ ചെസ്റ്റും കാര്യങ്ങളൊന്നും നോക്കാൻ പോകണം. എന്തെങ്കിലും നല്ലത് കിട്ടുകയാണെങ്കിൽ അതും കൂടെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നു. ഓക്കെ, കിട്ടാവുന്ന അത്ര ചെസ്റ്റ് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പച്ച ബയോമിൽ പോയി കുറച്ച് എൻ്റർമാനെ കൊന്ന് എൻ്റർപേളും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ അവിടെ എൻ്റർമാനെ കൊല്ലുമ്പോൾ എനിക്ക് അവിടെ ഫ്രീക്വൻ്റ്ലി സ്പോണിങ് കിട്ടുന്നില്ല എൻ്റർമാൻ്റെ. അങ്ങനെയാണ് എൻ്റെ വിചാരിച്ച് എൻ്റെ ഇരുന്ന ഗോൾഡ് വെച്ചാൽ നമുക്ക് ട്രേഡ് അങ്ങ് ഇടാമെന്ന്. ഞാൻ ട്രേഡ് ചെയ്ത് എനിക്കിവിടെ ഗോൾഡ് കാര്യങ്ങൾ അത്യാവശ്യം എൻ്റർപേൾ പോലും കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച നമുക്കിനി ബാഷനിൽ പോയി അവിടുത്തെ ഗോൾഡ് എടുത്ത് പിഗ്ലിൻ്റെ കൂടെ ട്രേഡ് അടിക്കാമെന്ന്. അപ്പോൾ നമുക്ക് കുറേ എൻ്റർപേൾ കിട്ടും. അപ്പോൾ നമ്മളിവിടെ ചങ്ക് ബേസിനടുത്ത കോർഡിനേറ്റ് നമ്മളിവിടെ ബാഷനിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഗോൾഡ് പെട്ടെന്ന് എടുത്തിട്ട് ട്രേഡ് അടിച്ചിട്ട് നമുക്ക് നേരെ തിരിച്ച് വീട്ടിൽ പോകാൻ നോക്കാം. ഓക്കെ, നമ്മളിവിടെ അകത്തെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇല്ലെന്നാ സെൻറ്ററിൽ കാണുന്ന ഗോൾഡ് എടുക്കണം. ഈ പിഗ്ലിൻ ബ്രൂട്ട് കാണാതെ അതെങ്ങനെയെങ്കിലും എടുക്കാനായിട്ട് ട്രൈ ചെയ്യണം. ഒയ്യോ പിഗ്ലിൻ അയ്യോ ഓടി എൻ്റെ ടോട്ടം ചാവുന്നതും ഇല്ല. എത്ര ഹെൽത്താണോ എന്തോ ഈ പന്നിക്ക്. ഓക്കെ, ചത്ത്. ഇനി നമുക്ക് മണ്ടേ പോകുന്നതിന് മുമ്പ് എൻ്റെ ഹെൽത്ത് ഒന്ന് റിക്കവർ ആയിക്കോട്ടെ. എന്നിട്ട് പോകാൻ വെറുതെ റിസ്ക് എടുക്കണ്ട. ഓക്കെ, നമ്മളിവിടെ ഹെൽത്ത് തീ വീണ് പണ്ടാരം. എൻ്റെ കൂടെ ഇത് ആരാ ചാടിയ വിരിഞ്ഞത് ഒരു പിഗ്ലിൻ ബ്രൂട്ട് വിരിഞ്ഞ് നമ്മൾ വിരിഞ്ഞ് എപ്പോൾ നോക്കാം. കയറി പിന്നെ ലാവയിൽ തള്ളിയിട്ട് മരിച്ച് ടോട്ടം പോയി. ഓക്കെ, നമ്മൾ ആദ്യത്തെ ടോട്ടം പൊട്ടിയിട്ടുണ്ട്. ഈ വേൾഡിൽ നമ്മൾ 9 ടോട്ടത്തിൽ നിന്ന് ഒരു ടോട്ടം പോയിട്ടുണ്ട്. നമ്മളിവിടെ സ്പോണറെ ഒട്ടിച്ച് ഇനി നമ്മളിവിടുത്തെ ഗോൾഡെല്ലാം കളക്ട് ചെയ്യേണ്ടത് വേഗം ഇവിടുന്ന് ഇറങ്ങാൻ നോക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മളിവിടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. റിസ്ക് ഒന്നും എടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മണ്ടേ പോയിട്ട് അവിടെ കുറേ പെങ്കിളിൻ്റെ കൂടെ ട്രേഡ് അടിച്ച് എൻ്റർപേൾ കളക്ട് ചെയ്യാൻ പെട്ടെന്ന്. ഓക്കെ, ഞാൻ വിചാരിച്ചു അവിടെ ഇരുന്ന് വെറുതെ ബോറടിക്കുന്നില്ല. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ വന്ന് നമുക്ക് ഇവിടുത്തെ ചെസ്റ്റും കൂടെ ലൂട്ടാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചെസ്റ്റിനകത്ത് നമുക്കൊരു നെതറായിട്ട് ടെംപ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്, മറ്റേ അപ്ഗ്രേഡ് ചെയ്യുന്ന നെതറായിട്ടിലോട്ട്. പിന്നെ ഇവിടെ ഒന്നും കിട്ടിയില്ല. ഇനി മറ്റേ ചെസ്റ്റും കൂടെ നോക്കണം, എന്നിട്ട് അവിടെ നിന്നും കൂടെ എടുക്കാൻ എന്തെങ്കിലും. ഓക്കെ, ഇതിനകത്ത് വലിയ കിടില ലൂട്ടൊന്നും ഇല്ല ഇതെടുത്ത്. ഓക്കെ, നമ്മളിവിടെ അന്നേരത്തേക്ക് 1 ലക്ഷം ട്രേഡ് ഇവിടെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ എൻ്റർപേളെല്ലാം കളക്ട് ചെയ്ത് 13 എൻ്റർപേളാണ് നമുക്ക് കിട്ടിയത്. ഇനിയിപ്പോൾ ഈ ഉള്ള എൻ്റർപേൾ ഇടുക, നേരെ വീട്ടിലോട്ട് തിരിച്ചു പോകാം. വെറുതെ ഇവിടെ കിടന്ന് ഇനി അടി ഉണ്ടാക്കണ്ട. ഓക്കെ, നമ്മളിവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നമ്മളെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമുക്ക് നേരെ എൻഡിലോട്ട് പോകും. പിന്നെ വേറൊരു സീക്രട്ട് പണിയും കൂടെ നമ്മൾ ചെയ്യാനുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയുടെ മുമ്പോട്ട് കാണിച്ചു തരാം. ഓക്കെ,
ഓക്കെ നമ്മളെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി പിസ്റ്റണും സ്ലൈമും ഒക്കെ എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയുടെ മുമ്പോട്ട് കണ്ടാൽ മനസ്സിലാവും എന്തായിരിക്കും എന്നുള്ളത്. ഇനി നമുക്ക് നേരെ ഈ ഐ ഉണ്ടാക്കിയിട്ട് നമുക്കിനി സ്ട്രോങ് ഹോൾഡ് തിരക്കി അങ്ങോട്ട് പോവാം വിത്തൗട്ട് ടൈം വേസ്റ്റിംഗ്. ലെറ്റ്സ് ഗോ. ആദ്യം നമുക്കൊന്ന് എറിഞ്ഞു നോക്കാം നമ്മളെ ശുഭമായിട്ട്. ചിലപ്പം എങ്ങോട്ടാണ് ആദ്യം നോക്കട്ടെ, ദൂരെ വല്ലതും ആണോ എന്തോ. ദൂരമല്ലായിരുന്നു, ആദ്യം എറിഞ്ഞു നോക്കാം എൻ്റർപേള്. ഓക്കെ പോണ്. ഇനി താഴോട്ട് വാ. ഓ പൊട്ടി, ഭാഗ്യക്കേട്, ശകുനം തന്നെ. എന്തായാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ വശത്തോട്ട് തന്നെ പോകാം. പിന്നെ കുറച്ച് എൻ്റർപേൾ അറിയാം. 12 seconds later. ഓക്കെ വെള്ളത്തിൻ്റെ അടിയിലാണ് നമ്മൾ സ്ട്രോങ് ഉള്ളത്. ഇവിടെ ആയിട്ട് വരും. ഇനി നമുക്ക് താഴോട്ട് മൈൻഡ് ചെയ്ത് നോക്കാം എന്തായിട്ട്. നോക്കി നമ്മളിവിടെ എത്തി. അത്ര ആഴം ഇല്ലായിരുന്നു. ഇനി പെട്ടെന്ന് നമുക്ക് സ്ട്രോങ് ഹോൾഡ് പോർട്ടൽ കണ്ടുപിടിക്കും. ഇപ്പോൾ തന്നെ വീഡിയോയുടെ ലെങ്ത്ത് 15 മിനിറ്റ് അപ്പുറത്തോട്ട് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ബോറടിക്കുന്നതെന്ന് എനിക്കറിയാം, എന്നാലും നിങ്ങൾ ഇനി അങ്ങോട്ട് ബോറടിക്കത്തില്ല. അപ്പോൾ നമ്മളിവിടെ പോർട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഐ പിടിപ്പിച്ചിട്ട് വേഗം ചാടാം. ഓക്കെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട നമ്മളെ എൻ്റെ സിറ്റി ഉള്ള ആ കോർഡിനേറ്റ്സിലോട്ട് നമുക്കൊരു മെഷീൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഞാൻ കാണിച്ചുതരാം. ആ മെഷീൻ ഏത് സൈഡിലോട്ടായിരിക്കും എന്നുള്ളത്. ഉണ്ടാ അപ്പോൾ നമ്മളെ മഷീൻ പിന്നെ ഉണ്ടാക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ മഷീൻ ഉണ്ടാക്കേണ്ട ആ ഡയറക്ഷനിലോട്ടാണ്. അങ്ങോട്ടാണ് നമ്മളെ എൻ്റെ സിറ്റി കാര്യങ്ങളുള്ളത്. ഏറ്റവും നിയറസ്റ്റ് എൻ്റെ സിറ്റി, അതും ഇലൈറ്ററായിട്ടുള്ളത് ചങ്ക് ബേസിനെ അനുസരിച്ചാണെങ്കിൽ. അപ്പോൾ നമ്മൾ അവിടെ മഷീനും കാര്യങ്ങളും ഉണ്ടാക്കി. ഈ മഷീൻ എങ്ങനെ വർക്കാവുന്നതെന്ന് കാണിച്ചു തരാം. ഇതിന് നമ്മളെ ഔട്ടർ ഐലൻസിലോട്ട് തനിയെ എത്തിച്ചുള്ളൂ. നമ്മളിതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ നിന്നാൽ മാത്രം മതി. ഇനി നമുക്ക് അടുത്ത ഔട്ടർ ഐലൻസിലെത്തിയിട്ട് കാണാം. ഓക്കെ ഫൈനലി നമ്മളിവിടെ ഔട്ടർ ഐലൻസിലെത്തി. ഇനി നമുക്ക് ഈ മഷീൻ പൊളിച്ചെടുത്തിട്ട് വേറൊരു ഡയറക്ഷനിലോട്ട് ഉണ്ടാക്കണം. കാരണം ഇനി അങ്ങോട്ട് പോയിട്ടാണ്. ഓക്കെ ഇതെടുക്കാം. ഓ ഗായ്സ് വലിച്ച് 3G ആയി നമ്മളെ ഒബ്സർവർ പോയി. ഇനി നമുക്ക് നടന്നുകൊണ്ട് ഒരു എൻ്റർപേൾ എറിഞ്ഞ് ബ്ലോക്കൊക്കെ വെച്ച് നമുക്ക് എന്നാൽ പിന്നെ പെട്ടെന്ന് എൻ്റെ സിറ്റിയിലോട്ട് അങ്ങോട്ട് ടൈമൊന്നും വേസ്റ്റ് ആക്കാം. ഓക്കെ നിങ്ങൾക്ക് ലൂട്ട് കണ്ടപ്പോൾ മനസ്സിലായി കാണും ഇവിടെ എൻ്റെ ഷിപ്പ് ഇല്ല എന്നുള്ളത്. അത് ഈ ചങ്ക് ബേസിന് മറ്റൊരു പിഴവാണ്. ഇപ്പം നമുക്ക് ഇനിയിപ്പോൾ അടുത്ത എൻ്റെ സിറ്റി പോകാൻ വേറെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് അവിടെ പോയി ലൂട്ടാം. ഓക്കെ നമ്മൾ എൻ്റെ ഷിപ്പിൽ ഇവിടെ എല്ലാം ലൂട്ടിയിട്ടുണ്ട്. ഇനി എൻ്റെ ഷിപ്പും കൂടെ മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് എലൈറ്റർ എടുക്കാറുണ്ട്. അതാണ് നമ്മളിനി മെയിൻ ആവശ്യം. നമ്മൾ ഇവിടുത്തെ ഷൽക്കറിനെ കൊന്ന് ഇവിടെ ഷൽക്കറെല്ലാം ലൂട്ടി, അല്ല ചെസ്റ്റ് അല്ല ലൂട്ടി. ഇനിയിപ്പോൾ നമ്മളെ മുഹൂർത്തം നിമിഷം നമ്മളെ എലൈറ്ററേയും കിട്ടി ചെയ്ത് നമ്മൾ ഇൻചാനും ചെയ്ത് ഇനി നമുക്കിനി പറന്ന് നേരെ ഔട്ടർ ഐലൻസിലോട്ട് പോയി. ഇപ്പോൾ തന്നെ വീഡിയോയുടെ ലെങ്ത്ത് 17 മിനിറ്റ് ആയി. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഔട്ടർ നമ്മളെ മെയിൻ ഐലൻഡിലോട്ട് പോയി എന്നിട്ട് അതിൻ്റെ ചട്ടി വരത്തിയിട്ട് വരാം. ഇനി നമുക്ക് നേരെ മെയിൻ ഐലൻഡിലോട്ട് കാണാം. ഓക്കെ ഓക്കെ നമ്മൾ പറഞ്ഞിവിടെ മെയിൻ ഐലൻഡ്സിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഈ ക്രിസ്റ്റൽസ് കാര്യങ്ങളെല്ലാം അങ്ങ് പൊട്ടിച്ചളയാം. ഗൈസ് ഇവിടുന്ന് എനിക്ക് പറ്റുകയാണ് ഒരു അബദ്ധം. ഞാനിവിടെ അറിയാതെ തറയിൽ വീണ് എൻ്റെ ഒരു ടോട്ടം കൂടെ പോപ്പായി. ഒരു കാരണമില്ല. അതായത് രണ്ടാമത്തെ ടോട്ടം നമ്മൾ ഇതുപോലെ പോപ്പായി. കുഴപ്പമില്ല, ഇത് നമുക്ക് വെച്ചിട്ട് അടുത്ത പൊട്ടിക്കാം. ഓക്കെ പറ്റുന്ന കണക്കത്തെ എല്ലാം ക്രിസ്റ്റൽസ് ഞാൻ പൊട്ടിച്ച്. ഇനി ഇവിടുത്തെ ബ്ലോക്ക് കളക്ട് ചെയ്യാൻ നമുക്ക് മാനത്തോട്ട് ബ്ലോക്ക് വെച്ച് പോകാനാണ്. ഓക്കെ ഇനി ബ്ലോക്ക് വെച്ച് നമുക്ക് എത്ര ബ്ലോക്കിന് മണ്ടേ എൻ്റർഡ്രാഗനെ മാക്സിമം കാണാൻ പറ്റും അത്ര ഉയരത്തിലോട്ട് പോകാം വിത്തൗട്ട് ടൈം വേസ്റ്റിംഗ്. അപ്പോൾ നമ്മളെ ബ്ലോക്ക് ഇവിടെ അത്യാവശ്യം കളക്ട് ചെയ്ത് നമ്മൾ ഇവിടുത്തെ ക്രിസ്റ്റൽസ് പൊട്ടിക്കാനായിട്ട് നോക്കാം. ഓക്കെ എൻ്റെ ഉന്നം അത്ര പെർഫെക്റ്റ് അല്ല, എന്നാലും ഒരെണ്ണം പൊട്ടിയിട്ടുണ്ട്. അടുത്ത നോക്കാം. ഇത് പൊട്ടിച്ച് ഞാൻ കിങ് ആണ്. ഓക്കെ അതും പൊട്ടി. ഞാൻ ഭയങ്കര പ്രോ പ്ലെയർ തന്നെ, എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ നമുക്ക് മണ്ടയിലോട്ട് പോകാൻ വെറുതെ ടൈം കളയും തന്നെ. ഓക്കെ നമുക്ക് ഇവിടുന്ന് ഇനി അങ്ങോട്ട് എനിക്ക് താഴോട്ട് കാണാൻ ഒക്കത്തില്ല. ഇനി ആ ഒരു ബ്ലോക്ക് മണ്ടയിൽ പോയാൽ എനിക്ക് എൻ്റർഡ്രാഗനെ കാണാൻ ഒക്കത്തില്ല. ഇതാണ് എനിക്ക് കാണാൻ പറ്റുന്ന ലിമിറ്റ്. ഇവിടുന്ന് ചാടി എൻ്റർഡ്രാഗൻ വൺ ഷോട്ടിൽ ചാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതോ കാണും നമ്മളെ എൻ്റർഡ്രാഗൻ. ഓക്കെ അവ ലാൻഡ് ആവാൻ 3. ഓക്കെ ലെറ്റ്സ് ഗോ. എൻ്റർഡ്രാഗനെ ഞാൻ ഇവിടെ കുറേ പ്രാക്ടീസ് ചെയ്താണ്, എന്തായാലും പിഴയ്ക്കത്തില്ല. ഓക്കെ 80 പക്ഷേ മരിച്ചില്ല. അയ്യോ വലിച്ചു കുഴപ്പമില്ല, നമുക്ക് ഒന്നും കൂടെ മണ്ടേ പോകാം. ഞാൻ ഇത് നല്ല രീതിക്ക് കട്ടിക്ക് പ്രാക്ടീസ് ചെയ്താണ്. നിങ്ങൾ വിചാരിക്കും ഇത് ആദ്യമായിട്ടൊക്കെ ചെയ്യുവാന്ന്, പക്ഷേ ഞാനത് 100 തവണ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. കാരണം വീഡിയോ ബോറാക്കാതിരിക്കാൻ. നമുക്കിനി ഒന്നും കൂടെ ചാടി ഒന്ന് അടിക്കാൻ നോക്കാം. നമ്മളെ എൻ്റർഡ്രാഗൻ ലാൻഡായി. നമ്മളിവിടെ എൻ്റർഡ്രാഗനെ ബീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഫൈനലി നമ്മളിവിടെ ആ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആയി ഗൈസ്. പിന്നെ ഞാൻ നിങ്ങളടുത്തൊരു വേറൊരു കാര്യം കൂടെ പറയാൻ മറന്നു. ഇതാണ് നമ്മളൊരു സീരീസാണ് ഇത്, വൺ ഹിറ്റിംഗ് എവരി ബോസ് ഇൻ മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്ന. അത് 3 എപ്പിസോഡാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ എപ്പിസോഡാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ എപ്പിസോഡിൻ്റെ തെളിവായിട്ട് നമുക്ക് ഈ ഡ്രാഗനൊക്കെ എടുത്ത് ചെയ്യാം. അപ്പോൾ നമ്മൾ പാർട്ട് 2 ഇനി കൂടാൻ വരുന്നതായിരിക്കും. അപ്പോൾ പാർട്ട് 2 വരാൻ വേണ്ടി നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. ഈ വീഡിയോയ്ക്ക് ജസ്റ്റ് ഒരു 100 വ്യൂസും ഒരു 15 ലൈക്സും ഒരു 10 കമൻറ്റ് മാത്രം ഇട്ട് തന്നാൽ മതി. നമ്മൾ ഈ വീഡിയോ ഉടൻ റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് എഴുതുന്നു. ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ഞാൻ പോകുന്നു. ബൈ.